കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു. അല്ല പദ്ധതി ബ്രോ, അല്ല പദ്ധതി ബ്രോവോ. എടാ പൊട്ടക്കാല, അല്ലെങ്കിലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെയല്ല നടക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് നല്ല രീതിയിൽ എന്ന് പറയേണ്ട ആവശ്യം? അല്ല പദ്ധതി ബ്രോ, ഞാൻ പൊതുവായിട്ട് ഇങ്ങനെ പറഞ്ഞു വെച്ചിട്ടാണ്. അതാണ് എടാ പൊട്ടക്കാല, നമ്മുടെ പ്രധാന വിഷയമായ അന്തോനെ നമ്മൾ ആശുപത്രിയിലാക്കി. ഇനി വിഷയങ്ങളൊന്നുമില്ല. ഇനി മാളുവിന്റെ പ്ലാൻ നടന്നാൽ മതി. അത് എന്തായാലും നടക്കും. അതിന് ഇത്ര വലിയ ബുദ്ധിമുട്ടില്ല. നടക്കാതെ എവിടെ പോവാൻ? നമ്മുടെ പ്രധാന ശത്രു ഇപ്പോൾ ആശുപത്രിയിൽ അന്തിശാത്തം വിളിക്കുകയല്ലേ. പിന്നെയാണോ ഇനി ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ നടക്കുമില്ല. അത് 100 അല്ല, എനിക്ക് 1127% ഉറപ്പാണ്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ പൊള്ളിക്കും. അല്ല പദ്ധതി ബ്രോ, എന്റെ മുതലവത്തപ്പ കത്തോണേ. ടീച്ചറേ, ഞാനാണെന്ന് തോന്നി അതിന്റെ ഉള്ളിൽ പോയി കണ്ടു. ഞാൻ ടീച്ചറുടെ ശിഷ്യനെ ഞാൻ തെളിയിച്ചു. അതിനുള്ളിലേക്ക് ഞാൻ അങ്ങനെ പോയി കണ്ടു ടീച്ചറേ. എന്റെ പൊന്നു മരപ്പെട്ട, നീ എന്തിനാണ് അതിന്റെ ഉള്ളിൽ കയറിയേ? അത് ഓപ്പറേഷൻ തിയേറ്ററാണ്. നിന്നൊക്കെ അതൊന്നും കുഴപ്പമില്ല ടീച്ചറെ. എനിക്ക് ടീച്ചറ് സന്തോഷം കണ്ടാ മതി. സന്തോഷം ടീച്ചറ് സന്തോഷമായിട്ട് ഇരുന്നാ മതി ടീച്ചറേ. അനന്തുവിന്റെ കൂടെ വന്നവരില്ലേ നിങ്ങളോ? ടീച്ചറെ, ഞാൻ പറഞ്ഞില്ലേ അന്റെ ഓക്കെയാണ്. ഡോക്ടറോട് ചോദിക്കേണ്ട കാര്യമില്ല, എന്നോട് ചോദിച്ചു. ഞാൻ പറയാം. അതല്ല ടീച്ചറെ, ഞാനല്ല അതിന്റെ ഉള്ളിൽ പോയിട്ട് അന്റിനെ കണ്ടേ. ഞാൻ എന്റെ ബ്രോയുടെ വർത്താനം പറഞ്ഞില്ല. എന്നോട് ചോദിക്കടിച്ചേ, അന്റിന്റെ ശിഷ്യനായ എന്നോട് ചോദിച്ചേ. ഈ മെൽവിൻ പറയാം അന്തോ ഓക്കെയാണ് ടീച്ചറെ. നിങ്ങളുടെ ഈ ബാക്കിൽ നിൽക്കുന്ന ഈ പയ്യൻ ഏതാണോ? എന്റെ മാരകമായിട്ടുള്ള കഴിവ് കൊണ്ടോ നിങ്ങളുടെ മോനെ എല്ലാം നോക്കിയാണോ? എന്റെ കഴിവ് കൊണ്ടാണോ നിങ്ങളുടെ മോൻ രക്ഷപ്പെട്ടത്? ഞാനാണ് ഡോക്ടർ. നിങ്ങൾ അവിടെ കിടക്കുന്ന അനന്തുവിന്റെ അമ്മയല്ലേ? എന്നെ അഭിനന്ദിച്ചോളൂ. എന്നെ അഭിനന്ദിക്കൂ. അതല്ല ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ മോൻ ഓക്കെയാണ്. ഞാൻ കാരണമാണ് നിങ്ങളുടെ മോൻ രക്ഷപ്പെട്ടതോ. അല്ലെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ട നിങ്ങളുടെ മോനെ ഞാൻ രക്ഷപ്പെടുത്തി. അല്ല, നരകമായാലും സ്വർഗമായാലും എവിടേക്കെങ്കിലും പോയവരെ അതിനൊന്നും വിഷയമില്ല. ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. അഭിനന്ദിക്കൂ എന്നെ, അഭിനന്ദിക്കോ. അഭിനന്ദനം എനിക്ക് വളരെ ഇഷ്ടമായ കാര്യമാണ്. ടീച്ചറെ, നമുക്ക് മാലപ്പടക്കം മേടിച്ചിട്ട് ഈ ഡോക്ടറുടെ വയറ്റിലിട്ട് പൊട്ടിച്ചാലോ? അഭിനന്ദിക്കാൻ നമുക്ക്. എടാ പറട്ടെ ചെറുക്കാ, നിനക്ക് എന്നെ അറിയില്ല. ഡോക്ടർ ആവുന്നേക്കാളും മുമ്പ് ഞാൻ ആരാണെന്ന് അറിയുമോ? ഡോക്ടറെ, കഴിഞ്ഞിട്ട് പറഞ്ഞേ ഞാൻ അഭിനന്ദിക്കാം. പടക്കം മേടിച്ച് ഡോക്ടറെ മൂട്ടിയിൽ പൊട്ടിച്ചിട്ട് ഞാൻ അഭിനന്ദിക്കാം. ഒരു ഡോക്ടറിന്റെ വില അറിയാണ്ടാണ് നീ വർത്തനം പറഞ്ഞ കേട്ടോ. അപ്പൊ ഇരിക്കാൻ പറഞ്ഞ പടക്കം പിടിച്ച് പൊട്ടിക്കാൻ മുട്ടില്ലോ. അത് ശരിയായ കാര്യമല്ലോ. അത് ശരിയായ കാര്യമില്ല കേട്ടോ. ഡോക്ടറെ, ഗുണ്ടായല്ലോ. ഒരു ഗുണ്ടിട്ട് പൊട്ടിയിട്ട് ഈ വൃത്തികെട്ട കുറിപ്പ് ചെക്കനെ എനിക്ക് ഇഷ്ടമാവുന്നില്ല കേട്ടോ. ഇവനെ പിടിച്ചു മാറ്റുന്നതാണ് നല്ലത്. ഇവന്റെ സ്വഭാവം മാത്രമേ പൊട്ടയല്ല, നല്ലതുമല്ലോ. വിവരമില്ലാത്തതുകൊണ്ട് ഞാൻ വിട്ടോ. തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് വർത്തനം പറയണ്ടോ. ഇവിടെ നിന്ന് വർത്തനം പറഞ്ഞാൽ അവരെല്ലാവരും കേൾക്കും. നമുക്ക് കുറച്ച് മാറി നിന്ന് സംസാരിക്കാം. അതായിരിക്കും കുറച്ചും കൂടി നല്ലതോ. എത്രയും പെട്ടെന്ന് എനിക്ക് ഡോക്ടർ ആവണം. ഡോക്ടർ ആവാനായിട്ട് ഉള്ള ക്ലാസ്സിലേക്ക് ചേരണം. എന്റെ കഴിവ് എല്ലാവരും അറിയണം. ഈ മെൽവി ഹീറോ. ലീലാമണി വേഗം വന്ന് സത്യപ്രതിജ്ഞ ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വേഗം പോവാ. കാരണം എനിക്ക് പേപ്പർ അതുകൊണ്ട് കൊടുക്കാനുള്ളതാണ് മെയിൻ കാര്യം. സത്യപ്രതിജ്ഞ പിന്നെ അറിയോന്ന് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് എന്തായാലും അറിയാം സത്യപ്രതിജ്ഞ. അതറിയാത്തവര് മണ്ടം പിള്ളേരായിരിക്കും. അപ്പൊ അതിന് പ്രാക്ടീസ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ജസ്റ്റ് ഒന്ന് ആദ്യം പറയാ, 2 പ്രാവശ്യം പറയാ, അത്രേ ഉള്ളൂ. സെറ്റാണ്. സമയങ്ങളുണ്ട്. വേമായോ. നിനക്ക് സത്യപ്രതിജ്ഞ അറിയോ? അതെന്തിക്കാറിയില്ലടാ. ചുമ്രുമോനെ, നിനക്ക് വേണമെങ്കിൽ പറഞ്ഞോ. എനിക്ക് പകരം നീ വേണമെങ്കിൽ ഏറ്റെടുത്തോടാ. എനിക്ക് എന്റെ പേര് പോലും ഫുള്ള് പറയാറിയതി. അതാണ് എങ്ങനെയാണ് സത്യപ്രതിജ്ഞ പറയണേ. സുബ്രഹ്മണ്യ, ഞാൻ പെട്ടടാ. സത്യപ്രതിജ്ഞ അച്ഛോ എനിക്ക് കുറച്ചൊക്കെ അറിയാന്ന് തോന്നണ. പക്ഷെ എനിക്ക് അറിയില്ലടാ. അച്ഛോ, ഞാൻ പോയി വരട്ടെ. ലീലാമിന് ശുഭ്രം കിടന്നിട്ട് അവിടെ എടുത്ത് പിറുപിറുക്കണേ. വേഗം ഒന്ന് സാധനം പറഞ്ഞിട്ട് പോയേ. എനിക്ക് സമയമില്ല. അതാണ് മെയിൻ കാര്യം. പേപ്പർ കൊടുക്കാനുള്ളത് ഉണ്ട്. സംഭവിച്ചു.
മാളുവിന്റെ പണി സൂപ്പർ. ഇതിനും പോലത്തെ ഒരു അക്കിടി അവർക്ക് കിട്ടാനില്ല. പാവങ്ങള്. ലീലാമണി നാണം കെട്ട് നാറണത് നമുക്ക് ലൈവായിട്ട് കാണാം. ലൈവായിട്ട് ഈ മാളോട് കളിച്ചാ എങ്ങനെ ഇരിക്കും? ഇങ്ങനെ വൃത്തികെട്ട മാളു എന്റെ പേര് പറഞ്ഞിട്ട് എന്റെ പേര് വന്ന് ഞാൻ പെട്ടത് മോനെ. അയ്യോ ഇല്ല നിനക്ക് അറിയണത് വെച്ച് പറഞ്ഞിട്ട് പഠിച്ചിട്ട് വന്നേടിയക്കട്. ഒരു പേര് വെക്കണ്ട ഇങ്ങോട്ട് പഠിക്ക്. അറിയണത് വെച്ചിട്ട് പഠിക്കാനായിട്ട് വല്ലത് അറിയണ്ടടാ മോനെ. ഞാൻ ഉള്ളത് വെച്ചിട്ട് പറഞ്ഞിട്ട് വരാം. നാണം കെട്ട് തീറ്റും കെട്ട് അയ്യോ നാറുന്ന തോന്നണ. എന്നെ കൊണ്ട് ചൂരലിടിപ്പിക്കണം ലീലാമണിയെ. വേഗം വന്ന് പറഞ്ഞിട്ട് പോയേ. സമയമില്ല. സമയത്താണ് അവരൊരു ഡാൻസ് കളി. ഞാൻ സത്യപ്രതിജ്ഞ ചെയ്ത് നാണം കെട്ടിട്ട് വരാം. എന്റെ തമ്മായേ ദൂട്ടത്തി വാളു നീ അരിമൂക്കിടി എന്റെ പേര് പറഞ്ഞേന്. അയ്യോ അല്ലടി സത്യപ്രതിജ്ഞ അല്ല, സത്യമാഷിന്റെ സിനിമയുടെ കഥ പറ. അച്ഛോ സാറേ അതൊന്നും എനിക്കറിയില്ല. അച്ഛോ സത്യായിട്ടും നിനക്ക് അതും അറിയില്ല സത്യപ്രതിജ്ഞ അറിയില്ലെന്ന് എനിക്കറിയാം. തൽക്കാലം നീ ചെയ്യത് പറഞ്ഞ പണി ചെയ്യ്. അയ്യോ സാറേ ഞാൻ പറയണ വേറെ ആരെങ്കിലും പറഞ്ഞ പോലെ. ഒരു കാര്യം ചെയ്യാം, വേറെ ആരെങ്കിലും പറഞ്ഞാ മതി. തൽക്കാലം നാളെ നീ നിന്റെ പേരൻസിനെ വിളിച്ചിട്ട് വന്നാ മതി. എന്നിട്ട് നാളെ വേറെ ആരെങ്കിലും പറയിപ്പിക്കട്ടാ. അയ്യോ വേണ്ട സാറേ ഞാൻ തന്നെ പഠിക്കോളാം. ഞാൻ തന്നെ പറഞ്ഞോളാം സത്യപ്രതിജ്ഞ. ഞാൻ പറയാം. എന്നാ വേഗം വേഗം പറഞ്ഞിട്ട് പോ. മാന്യമായ സുഹൃത്തുക്കളെ, ഞാനിവിടെ പറയാൻ പോകുന്നത് സത്യപ്രതിജ്ഞ ആണ്. ഇതെന്താണ് സത്യപ്രതിജ്ഞ? ഇവിടുത്തെ ഫുള്ള് കോമഡി ആക്കുന്നതാണേ. മള്ളിയിലമ്മ ഞാനും കിടന്ന് തോന്നുന്നുണ്ടടാ. അച്ഛോ ഭാഗ്യം മഴ പേടിയാ മാള് പറയാണ്ടിരുന്നത്. അല്ല സുബ്രാ മഴയിലമ്മ നാണം കടൂടാ. അച്ഛോ ലീലാമണി പ്രസംഗിക്കാനുള്ള പോണേ, അല്ലെങ്കിൽ പ്രസംഗം പറയാനുള്ള പോണേ, അല്ലെങ്കിൽ പ്രതിജ്ഞ ചെയ്യാനുള്ള പോണേ. ഒന്നും മനസ്സിലാവണില്ലല്ലോ വിനോദേ. മിന്നൂസേ പറഞ്ഞത് വലിയൊരു കാര്യമാണ് കേട്ടോ. എന്റെ സഹോദരിമാരാണ് ഞാൻ എന്റെ മതത്തെ കളയും. നമുക്ക് അങ്ങോട്ടോ മാറി സംസാരിക്കാം. ഇവിടെ നിന്ന് വർത്താനം പറഞ്ഞാൽ പ്രൈവസി കിട്ടിയോ? എവിടേക്ക് മാറി സംസാരിക്കണേ? ഷെയ്ക്കടേന്ന് വർത്താനം പറയാനേ. ആട്ടപ്പെട്ടെടുക്കോ നിന്നെ ഞാൻ എല്ലാ കട്ടിക്ക് കൊണ്ടുപോട്ടോ. ശരിക്ക് തരും നിന്നെ. ടീച്ചറേ വരൂ, നമുക്ക് മാറി സംസാരിക്കാം. അങ്ങോട്ടോ ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. എന്തോന്നിത്? അതെ, ഇത് മോർച്ചറിലേക്ക് പോണ വഴിയാണോ? അങ്ങനെ ഒരു സ്ഥലമുണ്ടോ? ഇങ്ങനൊരു ഹോസ്പിറ്റലിൽ ഇങ്ങനൊരു സ്ഥലം? അയ്യോ അല്ല ഡോക്ടറെ, നമുക്ക് വെളിച്ചവും പൊക്കമുള്ള സ്ഥലത്തേക്ക് പോയാൽ മതി. എന്താണ് ഈ വഴി? ഇത്രയും വേറൊന്നും വിചാരിക്കരുതോ. കാഷ്വാലിറ്റിക്കുള്ള ഷോർട്ട് കട്ട് ഈ വഴിയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഷോർട്ട് കട്ട് വഴി എടുത്തതോ. ഇത്രയും വൃത്തിയായിട്ടൊരു ഷോർട്ട് കട്ട് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ലേ. പേടിക്കണ്ടോ? നിങ്ങൾ ആരും പേടിക്കണ്ടോ? ഡോക്ടറെ ഞാനില്ലേ. നമുക്ക് കുറച്ചും കൂടിയുള്ളൂ കാഷ്വാലിറ്റിക്ക്. വരൂ നടക്കോ. ഇത് മോർച്ചറി വീട് മറ്റൊരു ഭാഗമാണോ. ഇവിടേക്ക് അങ്ങനെ ആരും വരാറില്ലോ. കുറെ നല്ലായി വന്നിട്ടോ. പിന്നെ ഞങ്ങൾ ഈ വഴിയോടെ നേരി